നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി നോക്കാം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ അതിരൂക്ഷ സാഹചര്യം. ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക്. ഇസ്രായേലിലെ അമേരിക്കൻ എംബസിക്ക് സമീപം സ്ഫോടനം. ഇറാനിൽ 400-ലേറെ മരണം. ടെഹ്റാൻ വിടാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി ഇന്ത്യ. കർണാടക സ്വദേശിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പൂജാരി അറസ്റ്റിൽ. മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ ഒളിവിൽ. ബംഗളൂരു പോലീസിന്റെ നടപടി വീട്ടമ്മയുടെ പരാതിയിൽ. പ്രതി അയച്ച മോശം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ യുവതി പോലീസിന് കൈമാറി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 5 ജില്ലകൾക്ക് റെഡ് അലർട്ട്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 3 മരണം. വ്യാപക കൃഷിനാശം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ. നിലമ്പൂരിൽ വോട്ടെടുപ്പിന് ഇനി 2 ദിവസം. നാളെ കൊട്ടിക്കലാശം. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ചട്ടലംഘനമെന്ന് പ്രതിപക്ഷം. അവസാന മണിക്കൂറുകളിലും ജമാഅത്തെ ഇസ്ലാമി വിവാദം സജീവമാക്കി LDF. തിരുവനന്തപുരം വെള്ളറടയിൽ കൊല്ലപ്പെട്ട പ്രിയംവദയുടെ സ്വർണമാല കാണാനില്ല. അയൽവാസികളായ വിനോദിന്റെയും സന്തോഷിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. സന്തോഷിനെതിരെ തെളിവ് നശിപ്പിക്കൽ ചുമത്തും. അന്വേഷണം തുടർന്ന് പോലീസ്. ആലപ്പുഴ ചാരുമൂട്ടിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടിക്ക് ഷോക്കടിച്ചത് പന്നിക്കണിയിൽ നിന്നെന്ന് സംശയം. സംഭവം രാവിലെ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം. വീട് തകർന്ന് പാലക്കാട് സ്വദേശിനി പാത്തുമ്മയും കാസർകോട് ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരനും മരിച്ചു. ഇടുക്കി സ്വദേശി അതുൽ ബൈജുവും മൂലമറ്റം ത്രിവേണിയിൽ മുങ്ങി മരിച്ചു. കാറ്റും മഴയും വ്യാപക നാശവും വരുത്തിയിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാസർകോട് 3 നദികളിലും പത്തനംതിട്ട മണിമലയാറിലും പ്രളയ സാധ്യത മുന്നറിയിപ്പുമുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന് വയോധിക മരിച്ചു. മണലടിയിൽ സ്വദേശി പാത്തുമ്മ ബിയാണ് മരിച്ചത്. ഈ കാലവർഷത്തിൽ ഒരു ദുരന്തമാണ് നമ്മുടെ മണ്ണാർക്കാട് ലക്ഷംവീട് മണലടിയിലെ ലക്ഷംവീട് കോളനിയിൽ സംഭവിച്ചത്. കാസർകോട് ബന്ദിയോട് 8 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ബന്ദിയോട് കൊക്കച്ചാലിലെ സദാത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. ഇടുക്കി മൂലമറ്റത്ത് യുവാവ് മുങ്ങി മരിച്ചു. മൂലമറ്റം ത്രിവേണിയിലാണ് സംഭവം. മൂലമറ്റം സ്വദേശി അതുൽ ബൈജുവാണ് മുങ്ങി മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതീഷ് രാജേഷിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. കാസർകോട് തേജസ്വിനി പുഴ കരകവിഞ്ഞതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. കരകളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് അരയിപ്പുഴ കരകവിഞ്ഞു. ആറങ്ങാടി വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണി മൂലം 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിൽ കുമ്പളയിൽ കെട്ടിടത്തിനു മുകളിൽ നിന്ന് ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു. ജില്ലയിലെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചു. കാസർകോട് ദേശീയപാതയിൽ ബേവഞ്ചിയിൽ കുന്നിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന ചട്ടഞ്ചാൽ ചേർക്കള ദേശീയപാതയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. തുടർന്ന് ഗതാഗതം നിരോധിക്കുകയായിരുന്നു. കണ്ണൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീടിന് മുകളിലേക്ക് വീണ് 3 പേർക്ക് പരിക്കേറ്റു. പന്നിയൂർ ചെറുകര കൂവൻകുന്നിലാണ് സംഭവം. പുഞ്ചായിൽ ജെയ്സണിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴയാണ്. ഇരവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഗ്ലാസ് ഡോർ തകർന്നു. ഉച്ചയോടെയായിരുന്നു സംഭവം. വൻ ശബ്ദത്തിൽ ഗ്ലാസ് തകർന്നു വീണതോടെ പരിഭ്രാന്തരായ ആളുകൾ സുരക്ഷിത ഭാഗത്തേക്ക് ഓടിമാറി. കനത്ത കാറ്റിലും മഴയിലും മലപ്പുറം പരപ്പനങ്ങാടിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പാലത്തിങ്ങൽ കോട്ടന്തല AMLP സ്കൂളിന്റെ മേൽക്കൂരയും തകർന്നു.
കുന്തിപ്പുഴ കരകവിഞ്ഞു. കൂറ്റൻപാറ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് അട്ടപ്പാടി ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി കട്ടപ്പന കൊച്ചുതോവാളയിൽ പാറ അടർന്നു വീണ് വീട് തകർന്നു. കൊച്ചുതോവാള സ്വദേശി ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന വലിയ പാറയാണ് അടർന്നു വീണത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി കോന്നത്തടിയിൽ വീടിനു മുകളിൽ മരം വീണു. കോന്നത്തടി ഇല്ല് സിറ്റി അരീക്കൽ സജീവിന്റെ വീടിനു മുകളിലാണ് മരം വീണത്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2344.94 അടിയായി. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 129.15 അടിയായി. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. കൊല്ലത്ത് പട്ടാഴിയിലും പത്തനാപുരത്തും വീടുകൾ തകർന്നു. തീരമേഖലയിലും ദുരിതമാണ്. കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട്. കണ്ണമാലി മേഖലയിൽ രൂക്ഷമായ കടലാക്രമണമാണ്. തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്ത് കുന്നിടിഞ്ഞു. നിരവധി കുടുംബങ്ങൾ ക്യാമ്പുകളിലാണ്. ആലപ്പുഴയിൽ 3 ക്യാമ്പുകളിലായി 67 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോട്ടയത്ത് 8 പേരെയും തൃശൂരിൽ 46 പേരെയും കാസർഗോഡ് 37 പേരെയും ക്യാമ്പുകളിലേക്ക് മാറ്റി. ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ നദികളിലും പത്തനംതിട്ട മണിമലയാറിലും പ്രളയസാധ്യതാ മുന്നറിയിപ്പുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് 5 ജില്ലകൾക്ക് റെഡ് അലർട്ടും 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുമാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട്. നാളെ മഴയിൽ നേരിയ കുറവുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. എന്നാൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വരും ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശവുമുണ്ട്. പീഡന പരാതിയിൽ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിൽ. പൂജാരി അരുണാണ് അറസ്റ്റിലായത്. മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരൻ ഒളിവിലാണ്. കർണാടക സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കർണാടക സ്വദേശിയായ യുവതി കേരളത്തിലെ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നു. അവിടെ പൂജ നടത്താനെത്തിയതാണ്. പൂജ നടത്താൻ അരുൺ 24,000 രൂപ ആവശ്യപ്പെട്ടു. ശേഷം യുവതിയുടെ നമ്പറിലേക്ക് രാത്രി വിളിച്ച് ശല്യം ചെയ്യുകയും വാട്സപ്പ് വീഡിയോ കോളുകൾ വഴി സ്ത്രീയോട് മോശമായി പെരുമാറുകയും ചെയ്തു. നഗ്നയായി വീഡിയോ കോളിൽ വന്നില്ലെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിയിൽ പറയുന്നു. പൂജാരിയുടെ നിർദ്ദേശപ്രകാരം തൃശൂരിലെത്തിയ യുവതിയെ കാറിൽ വെച്ച് പൂജാരിമാരായ അരുണും ഉണ്ണി ദാമോദരനും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ഉണ്ണിയും യുവതിയും തമ്മിലുള്ള ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. ಸೌಖ್ಯ ಸರ್. ಚಾಯ್ ಸಾಪಿಟ್ಟ ಇಪ್ಪ ಎಪ್ಪ ಬರೋದು ಅಂಗಡಿ? ನಾ ಫ್ರೈಡೇ ಈವ್ನಿಂಗ್ ವರೆ. ಫ್ರೈಡೇ ಈವ್ನಿಂಗ್? ಹಾಂ. ವಿತ್ ಫ್ರೆಂಡಾ? ಹಾಂ, ಫ್ರೆಂಡ್ ಅವರದ್ದು. ಅದ ರೂಮ್ എടുത്താ? ಇಲ್ಲ എനിക്ക് റൂമെല്ലാം അങ്ങ് தெரியாது. കർണാടക ബെല്ലന്തൂർ പോലീസാണ് തൃശൂരിൽ നിന്നും അരുണിനെ അറസ്റ്റ് ചെയ്തത്. പരാതിക്ക് പിന്നിൽ മറ്റു ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രതി ഉണ്ണി ദാമോദരനായി അന്വേഷണം ഊർജിതമാണ്. ന്യൂസ് 18 കൊച്ചി. നിലമ്പൂരിൽ നാളെ കൊട്ടിക്കലാശം. CPM ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന ഉയർത്തി UDFന്റെ പ്രതിരോധം. പരസ്യപ്രചാരണത്തിന് നാളെ പൂട്ടുവീഴാനിരിക്കെ വന്യജീവി പ്രശ്നങ്ങളടക്കം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. തുടർച്ചയായ 7ാമത്തെ ദിവസവും UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ആയുധം. ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ജമാഅത്തെ വിഷയത്തിൽ മൗനം പാലിച്ചത് CPM ഉയർത്തിക്കാട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. UDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപ്പിച്ച് പോവുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമുമായി ചേരുന്ന നിലപാട് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ്. UDF കരുതി വച്ചിരിക്കുന്ന മറുപടി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയാണ്. അവസാന ലാപ്പിൽ CPMനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഇത് ഉപയോഗിക്കുന്നു. നിലമ്പൂരിലെ രാഷ്ട്രീയ വേദികളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് ആവശ്യം. ആ നാടിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു
ഇത് മലപ്പുറത്തിനോടുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ്. അതിന് അദ്ദേഹം മാപ്പ് പറയുന്നു. അദ്ദേഹം 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടും അതേക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല, മാപ്പ് പറയുന്നു പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി നിലമ്പൂരിൽ UDF ഈ ചർച്ച ഉയർത്തിവിടുന്നതിന്റെ പ്രതിസന്ധി CPM മനസ്സിലാക്കുന്നു. മലപ്പുറം ജില്ലയുടെ രൂപീകരണ ചരിത്രം അടക്കം ഓർമ്മിപ്പിച്ചാണ് CPMന്റെ മറുപടി. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാവുമെന്ന് പറഞ്ഞവരാ കോൺഗ്രസ്. 1967 ഗവൺമെന്റ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി വഴിക്കടവെന്ന് സത്യാഗ്രഹം ആരംഭിക്കുകയും അവിടുന്ന് പ്രകടനം ആരംഭിച്ച് കോഴിക്കോടേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പിതാവ്. വനം വന്യജീവി വിഷയങ്ങൾ അവസാന ലാപ്പിൽ വീണ്ടും ഉയരുന്നു. വനമേഖലകൾ അതിർത്തി പങ്കിടുന്ന നിലമ്പൂരിൽ അവസാന മണിക്കൂറുകളിൽ ഈ വിഷയം UDFന് തുറുപ്പുചീട്ടാണ്. വന്യജീവി ആക്രമണത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ 2 കേസിലെ പ്രതിയാണ് ഞാൻ 1-ാം പ്രതിയായിട്ട് എന്നെ കേസെടുത്തത് ഇടതുപക്ഷ ഭരണകൂടം. കാട്ടുപോത്തിറങ്ങി ബഹളമുണ്ടാക്കിയപ്പോൾ അതിനവിടെ വെടിവെച്ചത് ഇതേ നിയമമുള്ള സമയത്താണ്. കടുവയും പുലിയൊക്കെ നമ്മുടെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുന്നത് പോലെ അയൽവക്കത്തെ പൂച്ച വരുന്ന പോലെയാണ്. ആ ലാഘവത്തോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ കാണുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല പണ്ട് നേരത്തെ UDF ഭരണകാലത്ത്. CPM നേതാക്കളുടെ മറുപടി ഇങ്ങനെ: മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം കൊടുക്കും വിധത്തിൽ, അതുകൂടി ഉറപ്പാക്കും വിധത്തിൽ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം എന്ന് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വളരെ വിപുലമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് അംഗീകാരം കിട്ടണം, അതിന് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കണം. പരസ്യപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ വിഷയങ്ങൾ മാറി മാറി പ്രയോഗിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. PV അൻവർ അവസാന ദിവസങ്ങളിൽ നടത്തുന്ന വമ്പൻ പ്രചരണം വോട്ട് ചോർച്ചയുണ്ടാക്കുമോ എന്ന ആശങ്ക ഇരുമുന്നണികൾക്കുമുണ്ട്. ന്യൂസ് 18 നിലമ്പൂർ. ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തെ ന്യായീകരിച്ച് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. CPM ആരോപണം അടിസ്ഥാനരഹിതമാണ്. 10 വർഷം മുൻപ് CPMഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ധാരണയുണ്ടായിരുന്നുവെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. അവസാന ലാപ്പിൽ ക്ഷേമ പെൻഷനും നിലമ്പൂരിൽ മുഖ്യ ചർച്ചയാണ്. പെൻഷൻ ഇനിയും വർദ്ധിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച UDF രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പെൻഷൻ കൊടുക്കുന്നു എന്ന ആരോപണത്തെ പരിഹാസത്തോടെയാണ് CPM നേരിടുന്നത്. നിലമ്പൂരിലെ പ്രചാരണത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വലിയ വിവാദമായതാണ്. പെൻഷൻ വാങ്ങുന്നവരെ കോൺഗ്രസ് അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് CPM ഇത് വലിയ പ്രചാരണ വിഷയമായി ഏറ്റെടുത്തു. അവസാന ലാപ്പിലും ക്ഷേമ പെൻഷൻ മുഖ്യ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പൊതുയോഗത്തിലാണ് ക്ഷേമ പെൻഷൻ ഇനിയും കൂട്ടുമെന്ന സൂചന നൽകിയത്. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് UDF രംഗത്തെത്തി. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പെൻഷൻ നൽകുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും ഇത് ആവർത്തിച്ചു. ഇതിന് CPM നൽകുന്ന മറുപടി ഇങ്ങനെ: പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്ന ഒരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ. പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്തത്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമമില്ല. പക്ഷെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസ് ആരോപണം ശക്തിയായി വീണ്ടും ഉന്നയിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന CPMന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മറുപടി ഇങ്ങനെ: തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവേണ്ട വിഷയമാണ് പാവപ്പെട്ടവരുടെ പെൻഷൻ. അർഹതപ്പെട്ടവർക്ക് സമയാസമയങ്ങളിൽ കിട്ടുന്നതിന്റെ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അത് പറയുമ്പോൾ ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. ഇതിനിടെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കണക്ക് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിറക്കി. UDF കാലത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയുടെ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. ന്യൂസ് 18 നിലമ്പൂർ.
മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ കുട്ടി പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞത് കോൺഗ്രസുകാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ജില്ലയ്ക്കെതിരെ മാർച്ച് നടത്തിയത് ആര്യടൻ മുഹമ്മദാണ്. ഇതെല്ലാം മറച്ചുവെച്ചാണ് മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നതെന്നും കള്ളപ്രചാരണമാണെന്നും എം വി ഗോവിന്ദൻ. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞവരാ കോൺഗ്രസ്. അതിവിടെ ആർക്കും ഓർമ്മയില്ല എന്നാണ് ധാരണ. എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. ആര്യാടൻ മുഹമ്മദാണ് ആ വഴിക്കടന്ന് കോഴിക്കോടേക്കുള്ള ജാഥ നയിച്ചത്. പാടില്ല എന്നാണ്, കുട്ടി പാകിസ്ഥാനായിട്ട് മാറുമെന്നാണ്. ഇതുതന്നെയാണ് BJP-കാരെന്ന് പറഞ്ഞിരുന്നത്. അന്ന് BJP ഇല്ല, ജനസംഘം. കളപ്പൻ ഉൾപ്പെടെയുള്ളവരെ അതിൻ്റെ ഭാഗമായിട്ട് ചേർന്നു. പിന്നീട് ഇതെല്ലാം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഇല്ലാതൊരു പ്രസ്താവന വെച്ചിട്ട് മലപ്പുറം ജില്ലയെ അവമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കള്ള പ്രചാരവേല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ട് വെറുതെ ഞാൻ പദമൊന്നും ഉപയോഗിച്ച് മോശമാക്കുന്നില്ല. രാജ്ഭവനിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ നിന്ന് ഭാരതാംബ ചിത്രം ഒഴിവാക്കും. കേരള ശ്രീ പുരസ്കാര ചടങ്ങിലും ചിത്രം ഉണ്ടാകില്ല. സംസ്ഥാന സർക്കാരുമായി തർക്കത്തിനില്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം രാജ്ഭവന്റെ ചടങ്ങുകളിൽ ചിത്രം ഉപയോഗിക്കും. ഭാരതാംബ ചിത്രം മാറ്റാനുള്ള രാജ്ഭവൻ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്ഭവനുമായി അകാരണ സംഘർഷം CPI ആഗ്രഹിക്കുന്നില്ല. RSS അവതരിപ്പിച്ച ഭാരതാംബയെ ഇന്ത്യക്ക് അറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അത്തരം ആശയം CPIക്കില്ല. രാജ്ഭവനുമായി ഒരു അകാരണമായ സംഘർഷം CPI ആഗ്രഹിക്കുന്നുമില്ല. ഭാരതാംബയുടെ പേരെന്ന് പറഞ്ഞുകൊണ്ട് RSS താല്പര്യങ്ങളെ ഒളിച്ചു കടത്താനായി ശ്രമിച്ചാലും ആ ശ്രമത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷക്കാർക്ക്, ദേശസ്നേഹികൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടി പറഞ്ഞത്. അങ്ങനെ നിലപാടിൽ നിന്ന് RSS നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ RSSന്റെ ഭാരതമാതാവ് തന്നെയാണ് നാടിൻ്റെ ഭാരതമാതാവെന്ന് രാജ്ഭവൻ വാശി പിടിക്കുന്നില്ലെങ്കിൽ ആ മാറ്റം നല്ല മാറ്റമാണ്. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. ഇസ്രായേൽ-ഇറാൻ സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇന്നലെയും ഇരു രാജ്യങ്ങളും അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾ പരസ്പരം നടത്തി. ഉടൻ ടെഹ്റാൻ വിടണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്കാരോട് നിർദ്ദേശിച്ചു. ഇസ്രായേൽ-ഇറാൻ സംഘർഷം രൂക്ഷമായേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം കടുത്ത ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രയേലിൽ നിന്നും സ്വന്തം പൗരന്മാരെ റഷ്യ കരമാർഗം ഒഴിപ്പിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഇന്ത്യക്കാരെ മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ടെഹ്റാനുമേൽ കടുത്ത ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന ഇസ്രയേൽ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നടപടി. ഇസ്രയേലിലെ ഇന്ത്യക്കാർ വ്യക്തിഗത വിവരങ്ങൾ നൽകണമെന്നും ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 ദിവസമായി ആകാശത്തു മിസൈലുകൾ നിറയുന്ന കാഴ്ചയാണെന്നും ബങ്കറുകളിൽ ഭയന്നാണ് കഴിയുന്നതെന്നും ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാർ പറഞ്ഞു. 1500ഓളം ഇന്ത്യക്കാരാണ് ഇസ്രയേലിലുള്ളത്. ഇസ്രയേലിലെ ടെൽ അവീവിലും ഹൈഫയിലും രാത്രി കടുത്ത മിസൈലാക്രമണമുണ്ടായി. ഭൂഗർഭ അറകളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് ഇസ്രയേൽ നിർദ്ദേശം നൽകി. മധ്യ ഇസ്രയേലിലെ ജാഫയിൽ യമൻ ഹൂതികൾ മിസൈലാക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ടെഹ്റാനിൽ ആണവ കേന്ദ്രം തകർക്കുന്ന ദൃശ്യവും ഇസ്രയേൽ പുറത്തുവിട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള ഖൊമേനിയെ വധിക്കാൻ ഇസ്രയേൽ ആലോചിച്ചെന്നും അമേരിക്ക അത് തടഞ്ഞെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് സമയമായെന്നും ആക്രമണത്തിൽ അമേരിക്ക നേരിട്ട് ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്നും അതേസമയം ഇനി ഇടപെടുമോ എന്ന് പറയാനാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. നേരത്തെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനുമേലുള്ള ആക്രമണത്തിൽ അമേരിക്കയുടെ സഹായമുണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയെ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വെള്ളറട പോലീസ്. കൊല്ലപ്പെട്ട പനച്ചമൂട് സ്വദേശിനി പ്രിയംവദയുടെ അയൽവാസിയായ വിനോദ്, ഇയാളുടെ സഹോദരൻ സന്തോഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സന്തോഷിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും തെളിവ് നശിപ്പിക്കലിന് ഉൾപ്പെടെ കേസെടുത്തുകൊണ്ടാണ് അറസ്റ്റ്. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രിയംവദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പനച്ചമൂട് സ്വദേശി വിനോദിന്റെ വീടിന് പിന്നിലെ കുഴിയിൽ നിന്ന് അയൽവാസിയായ പ്രിയംവദയുടെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ പുറത്തെടുത്ത് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. ദേഹപരിശോധനയ്ക്കിടെ പ്രിയംവദയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന 3 പവന്റെ മാല കാണാനില്ലെന്ന വിവരം ബന്ധുക്കളാണ് പോലീസിനെ അറിയിച്ചത്. ഇരു കാതുകളിലും ഉണ്ടായിരുന്ന കമ്മലുകൾ മുക്കുപണ്ടമായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. മാല മോഷ്ടിക്കപ്പെട്ടതാണോ, പ്രിയംവദ തന്നെ വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമുണ്ടായിട്ടില്ല. വീട്ടമ്മയെ കാണാതായ വ്യാഴാഴ്ച രാവിലെ വിനോദിന്റെ വീട്ടിലെത്തിയ പ്രിയംവദയുമായി സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും മർദ്ദനത്തിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും നയിക്കുകയായിരുന്നെന്നുമാണ് വിനോദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപാതകത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നതിനാണ് വിനോദിന്റെ സഹോദരൻ സന്തോഷിന്റെ അറസ്റ്റ്. വിനോദിന്റെ ഭാര്യാമാതാവ് സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിൽ വഴിത്തിരിവായത്. ഞാൻ വളരെ ഞെട്ടലോടെയാണ് ഈ സംഭവം കേൾക്കുക. കാരണം എൻ്റെ കൈയും കാലം ഇങ്ങനെ വരച്ചിങ്ങനെ പെട്ടെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആ സീരിയസോട് കൂടി തന്നെയാണ് ഞാൻ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സ് 2 പേരെ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവരെ കാര്യം അറിയിക്കുന്നതും. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ CAയുടെ നമ്പർ മേടിച്ച് പോലീസിനെ വിളിക്കുന്നതും. പോലീസ് പെട്ടെന്ന് തന്നെ വന്നിട്ട് അതിനുള്ള ഉചിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അമ്മാമയിൽ നിന്നും ഈ മകളിൽ നിന്ന് ശേഖരിച്ച് ഉടനെ തന്നെ അവർ ആ വീട്ടിലേക്ക് തുടർന്ന് നടപടിക്കായി പോവുകയും ചെയ്തു. പുരോഹിതൻ കൈമാറിയ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വെള്ളറട പോലീസ് വീട്ടിലുണ്ടായിരുന്ന വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പോലീസ് എത്തുമ്പോൾ വിനോദും സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഇതാണ് സംശയം ബലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി പുറംകടലിലെ കപ്പൽ അപകടത്തിൽ 5.97 കോടി രൂപ കെട്ടിവെച്ചെന്ന് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഹൈക്കോടതിയിൽ. കപ്പൽ കമ്പനി നൽകിയ തുക സ്ഥിര നിക്ഷേപം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. തുക 1 വർഷത്തേക്ക് ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാനാണ് രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയത്. കപ്പൽ അപകടത്തിൽ നഷ്ടം നേരിട്ട ചരക്കുടമകളായ 5 പേർ നൽകിയ ഹർജിയിലാണ് നടപടി. കണ്ണൂർ അഴീക്കലിനടുത്ത് പുറം കടലിൽ കത്തിയ സിംഗപ്പൂർ കപ്പലിൽ നിന്നുള്ള ടാങ്കറും ലൈഫ് ബോട്ടും ആലപ്പുഴ തീരത്തടിഞ്ഞു. കാങ്കായം, പുറക്കാട് തീരങ്ങളിലാണ് ബോട്ടും ടാങ്കറും കണ്ടെത്തിയത്. ടാങ്കർ ശൂന്യമെന്നും അപകട സാഹചര്യമില്ലെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കിയതോടെ തീരത്ത് ദീർഘനേരം നിലനിന്ന ആശങ്കയൊഴിഞ്ഞു. കൊച്ചി പുറംകടലിൽ മറിഞ്ഞ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വാൻഹായ് 503 നിന്നുള്ള ടാങ്കർ ആലപ്പുഴയുടെ തീരത്ത് ആശങ്ക പരത്തിയത്. ഇന്ന് മുതൽ 18 വരെ എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരപ്രദേശങ്ങളിലും കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുമെന്ന് കോസ്റ്റ് ഗാർഡും ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രി പുറക്കാട് തീരത്ത് ആദ്യം ഒഴുകിയെത്തിയത് കപ്പലിൽ നിന്നുള്ള ലൈഫ് ബോട്ടായിരുന്നു. രാവിലെയോടെ ടാങ്കർ കാക്കാടം തീരത്ത് അടിഞ്ഞു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലത്തെത്തി ടാങ്കർ ശൂന്യമാണെന്നും അപകട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കിയതോടെ ആശങ്കകൾക്ക് വിരാമമായി. ന്യൂസ് 18 ആലപ്പുഴ. 2027 സെൻസസ് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ്. ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ എന്നറിയപ്പെടുന്ന ആദ്യഘട്ടത്തിൽ ഭവന സാഹചര്യങ്ങൾ, ഗാർഹിക ആസ്തികൾ, സൌകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. 2ാം ഘട്ടമായ പോപ്പുലേഷൻ എന്യൂമറേഷനിൽ ജനസംഖ്യ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, മറ്റ് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കും. ആദ്യമായി ജാതി കണക്കെടുപ്പും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകും. 2011 ഒടുവിൽ സെൻസസ് നടന്നത്. ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് കർഷകൻ മരിച്ചത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റെന്ന് സംശയം. താമരക്കുളം സ്വദേശി ശിവൻകുട്ടിപ്പിള്ളയാണ് മരിച്ചത്. നൂറനാട് പോലീസ് കേസെടുത്തു. പുലർച്ചെ കൃഷിയിടത്തിലേക്ക് പോയ ശിവൻകുട്ടിപ്പിള്ള സാധാരണ തിരിച്ചെത്താറുള്ള സമയമായിട്ടും മടങ്ങിയെത്തിയില്ല. ഇതോടെ തിരക്കിയിറങ്ങിയ മകളാണ് സമീപവാസിയായ ജോൺസന്റെ പറമ്പിൽ ബോധരഹിതനായി ശിവൻകുട്ടിയെ കണ്ടത്. എന്തോ നോക്കുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അച്ഛനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ തിരക്കി വന്നതെന്ന് പറഞ്ഞു. ഞാൻ പശുവിനെ കന്നിനെ ഇങ്ങനെ അടിച്ചിങ്ങോട്ട് അപ്പുറത്തോട്ട് ചാടിക്കാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഇങ്ങനെ ഒരു
കളറ് കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയതാ. കൃഷിയിടത്തിന് സമീപത്തെ പറമ്പിലാണ് ശിവൻകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടത്. തുടർന്ന് നൂറനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ. സംഭവത്തിൽ നൂറനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. KSCBയും സ്ഥലത്ത് പരിശോധന നടത്തി. ജോൺസന്റെ വീട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വൈദ്യുതി എടുത്തിരുന്നതായി KSCB കണ്ടെത്തി. മരിച്ച ശിവൻകുട്ടി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ശേഷമാണ് കൃഷി ആരംഭിച്ചത്. പശു വളർത്തലും മറ്റ് കൃഷികളും ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഒരു സാധാരണ കർഷകന്റെ ജീവനാണ് പന്നിക്കെണിയിലൂടെ പൊലിഞ്ഞത്. തളർന്നു കിടക്കുന്ന ഭാര്യയും പ്രായമായ അച്ഛനും മകളുമാണ് വീട്ടിലുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. നിലമ്പൂർ പൂക്കോട്ടുംപാടം പ്രദേശവാസികളെ ഭീതിയിലാക്കി കരടി. പൊട്ടിക്കൽ പാറയ്ക്കൽ കുടുംബക്ഷേത്രത്തിലാണ് കരടിയെ കണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകണമെന്ന് പലരും പറയുന്നത്. ഇവിടുത്തെ മനുഷ്യ വന്യജീവി സംഘർഷമാണ്. വനമേഖലയാണ്. വനമേഖല എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് പിന്നിൽ കാണുന്നൊരു വനമേഖലയെന്ന് തോന്നാം. റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു 5-10 മീറ്ററുകൾ മാറിയാൽ ചുറ്റും വീടുകളാണ്. വനമേഖലയും വീടുകളും ജനവാസ മേഖലകളും അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അതിർത്തി ഇല്ലാത്ത സ്ഥലമാണ് ഈ പൂക്കോട്ടുംപാടം ഉൾപ്പെടെയുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഒരു കരടി ഇറങ്ങിയതായി നാട്ടുകാർ സംശയിക്കുന്നത്. വെറും സംശയമല്ല, അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഇവിടെ ഈ പൂക്കോട്ടുംപാടം പൊട്ടിക്കലിലെ ഒരു കുടുംബക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. കോളനി റോഡിലെ കുടുംബക്ഷേത്രം. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഈ കോളനി റോഡിലെ ക്ഷേത്രത്തിനുള്ളിലാണ് കരടിയെ കണ്ടതായുള്ള വിവരമുള്ളത്. ആളുകൾ ആരോപിക്കുന്നത് ഇവിടെ ഈ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ ഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒക്കെ പ്രതിഷ്ഠയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതിനുള്ളിൽ നമുക്കൊരു പക്ഷേ ഇവരുടെ ഒരു ആരോപണം ആശങ്ക മാത്രമല്ല, അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാം. ഈ ചുമരിലേക്കുള്ള പാടുകൾ നമുക്കത് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരടി ചവിട്ടിയ പാടുകളാണ്. മനുഷ്യരാരും ഇതിൽ ഇങ്ങനെ കയറി ചവിട്ടുന്ന സ്ഥലമല്ല. ഈ ഭാഗത്ത് ചവിട്ടിയ പാടുകളുണ്ട്. ഇപ്പുറത്തെ ചുവരിലും അതേപോലെ പാടുകൾ കാണാം. പുറത്തും ആ രീതിയിൽ രണ്ട് പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളാണ്. ഇതിനുള്ളിൽ വെളിച്ചമൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചവിട്ടി ഈ പ്രതിഷ്ഠയും മറ്റേ വിളക്കുമൊക്കെ ചവിട്ടി ഇട്ടിരിക്കുന്ന പാടുകൾ നമുക്ക് കാണാം. മുറ്റത്തിന്റെ നടുക്കേക്ക് വന്നപ്പോൾ നട തുറന്നതൊക്കെ ആകെ തകർത്ത. രാത്രി എപ്പോഴാണ് അടച്ചിട്ട് പോയത്? 6 മണിക്ക് വിളക്കേക്ക് 6:30 ആകുമ്പോൾ പോകും ഇവിടുന്ന്. രാവിലെ 6:30 ഇവിടെ നിന്ന് വിളക്ക് വയ്ക്കും. അപ്പോൾ വന്നപ്പോൾ അത് കണ്ടത്. വലിയ ഭയത്തിലാണ് അവർ. എന്ത് ചെയ്യണം, എങ്ങനെ പുറത്തിറങ്ങണം? കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. അവരെങ്ങനെ പുറത്തിറങ്ങി ജീവിക്കുമെന്ന ചോദ്യമാണ്. ഇതും ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ പരസ്പരം പഴിചാരുന്നു. പക്ഷേ ജനങ്ങൾ ഭീതിയിലാണ്. ഇത്തരം വിഷയങ്ങൾ കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോകേണ്ടതാണെന്ന് കരുതുന്നു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9305, പവന് 74,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7660, പവന് 61,280. വെള്ളി ഗ്രാമിന് 118, കിലോയ്ക്ക് 1,08,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും. നമസ്കാരം.